നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുവാണ്. ദാറ്റ് is matter around us pure. Now ഈ ചാപ്റ്റർ കുറേയേറെ ലെങ്തി ആണ്. There are a lot of topics that you need to cover. And the another thing is, this is the basics of chemistry. See, when you start studying this subject in depth in class 11th and 12th, these basics are something which is going to make your life easier. അതുകൊണ്ട് പ്ലീസ് ഇനിയും തൊട്ട് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി കെമിസ്ട്രിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. ദാറ്റ് ഇസ് ഈ സെക്കൻഡ് ചാപ്റ്റർ ഈസ് മാറ്റർ അറൗണ്ട് എസ് പ്യോർ. പിന്നെ അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം. ഓക്കെ, സോ ഈ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക്സിനെ വളരെ സ്ട്രോങ് ആക്കാൻ പോകുന്ന ടോപ്പിക്സ് കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. സോ പ്ലീസ് പേ അറ്റൻഷൻ ടു ഇറ്റ്. ഞാൻ സീരീസ് ആയിട്ട് ഓരോ സബ് ടോപ്പിക്സിൻ്റെയും വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ ആ സീരീസിൽ തന്നെ നിങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്സ് വളരെ നന്നായിട്ട് ക്ലിയർ ചെയ്യാം. ബിക്കോസ് ഇവിടെ നിങ്ങളുടെ ബേസിക്സ് ശരിയായിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെ 10th ദോ 10th ബേസിക്സ് തന്നെയാണ്, പക്ഷെ ആ 9th 10th ബേസിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആകാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് സഡൻലി നിങ്ങൾ സയൻസ് ഓപ്റ്റ് ചെയ്ത് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് 11th 12th സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്. ബിക്കോസ് ദ ടേംസ് അവിടെ വരാൻ പോകുന്ന കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യാൻ പോകുന്ന ടേംസ് അല്ലെങ്കിൽ ബേസിക് എന്താ പറയുന്ന ഒരു understanding, for example, concepts like mole concepts is something very important. എന്ന് വെച്ചാൽ നിങ്ങൾ 11th 12th പഠിക്കുമ്പം നിങ്ങളുടെ ടോപ്പിക്സ് ലൈക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, ഇവിടെ എല്ലാം നിങ്ങളുടെ മോൾ കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അവിടെ അത് പഠിക്കുന്നത്. സോ nobody is going to teach you all those things then there. അതുകൊണ്ട് be very careful that you clear your basics in your 9th and 10th standard, irrespective of whatever subject you are studying. Okay, so first chapter വളരെ simple ആയിരുന്നു, വളരെ basic ആയിരുന്നു. Okay, now slowly we are going to take up the real terms which you come across very constantly when you are going to study this subject. So let's begin. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്ററിന്റെ ടോപ്പിക്കിന്റെ പേരെന്ന് പറയുന്നതാണ് ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യോർ. ഓക്കെ, നമ്മളിപ്പം എന്താ പറയുന്നത്, പ്യോർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു സബ്സ്റ്റൻസിൽ ഒരു അഡൾട്രേഷൻ ഒന്നും കാണരുത്, റൈറ്റ്? അതാണ് നമ്മുടെ ഒരു ലേമൻ വേർഡ്സിൽ പ്യോറിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേ സമയത്ത് ഒരു സയന്റിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പ്യോർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, pure means that it contains only one type of matter, or in other words, it contains only one type of particles of that one type of matter. Okay, that is what pure means in this context. Okay, now ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരും, നമ്മൾ ഏതൊക്കെ സബ് ഹെഡിങ്സ് ആയിരിക്കും കവർ ചെയ്യുന്നതെന്ന്. എന്ന് വെച്ചാൽ ഇത് കുറേയേറെ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്സിനെ കവർ ചെയ്ത് പോകുന്ന ചാപ്റ്റർ ആണ്. സോ ഐ വിൽ ജസ്റ്റ് ക്വിക്ക്ലി ഇൻട്രൊഡ്യൂസ് യു ടു ദ സബ് ടോപ്പിക്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു കവർ ഇൻ ദിസ് സീരീസ്. സോ നമ്മൾ ഇവിടെ ഈസ് മാറ്റർ അറൗണ്ട് എസ് പ്യോർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് പ്യോർ, പ്യോർ സബ്സ്റ്റൻസസ് എന്താണ്, പിന്നെ അത് കഴിഞ്ഞ് ഇംപ്യോർ സബ്സ്റ്റൻസസ് എന്താണ്, പിന്നെ വിതിൻ പ്യോർ സബ്സ്റ്റൻസസ് നമുക്ക് ഡീറ്റെയിൽ എലമെന്റ്സിനെയും മിക്സ്ചേഴ്സിനെയും പഠിക്കണം, പിന്നെ കോമ്പൗണ്ട്സ്, ദെൻ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ച് എന്താണെന്നും അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തുവാ പറയുന്നത്, നിങ്ങൾ ഇതിപ്പം ഹയർ ക്ലാസ്സസിലോട്ട് ഒക്കെ പോകുമ്പം especially like 12th there is a topic called colligative properties. There you'll study about this concentration terms and all. നിങ്ങൾ സൊല്യൂഷൻസ് പഠിക്കുമ്പം ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു സർട്ടൻ പാരാമീറ്റേഴ്സ് വേർ നമ്മൾ സൊല്യൂഷൻസിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് മൊലാരിറ്റി, പെർസെൻറ്റേജ്, വോള്യൂം ബൈ വോള്യൂം ആൻഡ് ഓൾ ദാറ്റ്.
സോ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നയൻത്തിലെ ടോപ്പിക്സിനെയാണ് കൂടുതലും ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ഫീൽ ചെയ്യുന്നത് 11th 12th പഠിക്കുമ്പോൾ. Okay, and obviously in 10th also it is there, but then the thing is usually students in 9th ne valare lightly edukum, and then they study too much in 10th, but then see the topics won't repeat again in 10th so that you can cover that. And then what happens is 9th ne clear ചെയ്യാതെ 11th ലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വളരെ ബേസ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. ആൻഡ് അവിടെ പോയി ആരും അത് ബിഗിനിങ് തൊട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നില്ല. ദേ വിൽ എക്സ്പെക്ട് യു ടു നോ ദാറ്റ് ഫ്രം ബിഫോർ ഹാൻഡ്, ആൻഡ് ഒബ്വിയസ്ലി യു ആർ എക്സ്പെക്ടഡ് ടു നോ ദാറ്റ്, റൈറ്റ്? So it's better to clear your basics here itself. Then എന്താ പറയുന്നത്, നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞുള്ളതാണ് സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ആൻഡ് ഫൈനലി സെപ്പറേഷൻ ടെക്നിക്സ്. സെപ്പറേഷൻ ടെക്നിക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും നിങ്ങളിപ്പോൾ ഈ ബ്രാഞ്ചിനെ എടുത്ത് മുന്നോട്ട് പഠിക്കുവാണെങ്കിൽ application purpose വെച്ച് നോക്കിക്കഴിഞ്ഞാൽ irrespective like if you are going to do your laboratory coursework, or apart from that, even if you are going to take up research as your uh, way ahead, then separation techniques are literally a part of your life when you are going to work for your research purpose. So here is where you get the very basics, and I'll be discussing about the very common separation techniques like chromatography, പിന്നെ എന്താ പറയുന്നത് ഡിസ്റ്റിലേഷൻ, ഇതൊക്കെ വളരെ സിമ്പിൾ ലെവലിൽ. ഓക്കെ, ഇതെല്ലാം വളരെ ബേസിക് ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സെപ്പറേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് പിന്നെ ഹയർ 11th and 12th വരുന്നുണ്ട്. സോ ഇവിടാണ് നമ്മൾ ബേസിക്സ് ഇടാൻ പോകുന്നത്. സോ പ്ലീസ് പേ അറ്റൻഷൻ. എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഞാനിപ്പം ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് പ്യുവർ സബ്സ്റ്റൻസസ്. പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പിക് ബൈ ടോപ്പിക് നമ്മൾ എടുക്കുന്നതായിരിക്കും. So let's start with pure substances. Now, first of all, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞു പ്യുവർ എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്യുവർ എന്ന് പറഞ്ഞാൽ that thing should be made up of only one type of matter, അല്ലെങ്കിൽ only one type of particles, obviously of that particular matter. Okay, now so ഇപ്പൊ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ that will be something, a substance, something that has only one kind of atoms or molecules. Okay, a pure substance is defined as one which contains only one kind of atoms or molecules. Another one thing is, in this entire chapter I'll be highlighting the keywords in blue color, so pay attention to that. Now, pure substances nu പറയുന്നത് എന്താന്ന് വെച്ചാൽ I'll repeat it again, something which is made up of only one kind of atoms and or molecules. Now these two terms are new for you. I'll be discussing about it in detail. Then pure substances ne നമുക്ക് classify ചെയ്യാം as elements and compounds. ഇതും നിങ്ങൾക്ക് ന്യൂ ടേംസ് ആണ്. എലമെന്റ്സ് എന്താണെന്നും കമ്പൗണ്ട്സ് എന്താണെന്നും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് 4 ന്യൂ ടേംസ് കിട്ടി: ആറ്റംസ്, molecules, elements, compounds. See, these are literally you are going to find these words in almost every sentence when you are going to study chemistry ahead. അന്നേരം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വളരെ ക്ലിയർ പിക്ചർ വേണ്ടതാണ്. എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റുഡൻസിനോടും സഡൻലി ഇതെന്താ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്, എക്സാക്ട്ലി എന്താണ് ഇതിൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ് ആകാറുണ്ട്. സോ ഇനി നമ്മൾ ഫർദർ അഹെഡ് പോകുന്നതിന് മുന്നേ ലെറ്റ്സ് ഡിസ്കസ് ദീസ് ഫോർ ടേംസ്. ദീസ് ഫോർ ടേംസ് ആർ ന്യൂ ഫോർ യു. നമ്മൾ ഈ 3 ടേംസിനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലെറ്റ്സ് മൂവ് അഹെഡ്. So these are the important 4 terms that we are going to discuss. Okay, most probably you may not be getting a detailed explanation about all these terms in specific, and then people just go with the flow and then they just move ahead with the main topics. So I think basic ആയിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലാക്കാതെ വലിയ വലിയ സംഭവങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, റൈറ്റ്? സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റംസ് എന്താണെന്നും മോളിക്യൂൾസും എലമെന്റ്സും കമ്പൗണ്ട്സും എന്താണെന്നാണ്. ഈ 4 ടേംസിനെ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. The first one is atom. Atom എന്ന് പറഞ്ഞാൽ is the smallest constituent in unit of ordinary matter that constitutes a chemical element.
നൗ ഇത്ര ടേംസ് വേണ്ട, നമ്മളുടെ ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻറ്റ്, ആ മാറ്ററിനെ ഏറ്റവും നമുക്ക് സ്മോളസ്റ്റ് ആയിട്ട് എടുക്കാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ആറ്റം. Now one more important thing, see, I am talking this for a 9th standard student. So these definitions can be taken into even a higher level with more specificity, but I'm not going to do that because it is out of your scope of the syllabus. So this is intended only for people who are just starting with the subject in the beginning phase, that is 9th standard students. As you go higher and higher, you will get a much more improvised definitions. Okay, so yeah, atom എന്ന് പറഞ്ഞാൽ is the smallest constituent of any ordinary matter. Okay, നമ്മൾ ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്തൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും അതിൽ നമുക്ക് ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് കിട്ടാൻ പറ്റിയ സംഭവമാണ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആറ്റം എന്ന് പറയുന്നതിന് ഒരു ന്യൂക്ലിയസ് കാണും, അതിനൊരു ന്യൂക്ലിയസും കാണും, പിന്നെ ആ ന്യൂക്ലിയസിൻ്റെ ആയിട്ട് ബൗണ്ട് ചെയ്ത് കുറച്ച് ഇലക്ട്രോൺസും കാണും. ദീസ് തിങ്സ് ഐ ഹോപ്പ് യു ക്യാൻ സീ ഇൻ ദ ഡയഗ്രാം. So this nucleus എന്ന് പറയുന്നത് usually is composed of protons and neutrons. Okay, and the nucleus is positively charged. Then the electrons are negatively charged, which are bound by this nucleus. Okay, so this is what makes an atom. Okay, now atom എന്ന് പറയുന്നത് is extremely small. Extremely small എന്ന് പറഞ്ഞാൽ it's in the order of 10 power minus 10 meters. I guess you can imagine how small they are. Okay, അന്നേരം എന്താ പറയുന്നത്, ഇതാണ് ബേസിക് ഒരു ആറ്റത്തിൻ്റെ ഐഡിയ. ഞാനിവിടെ കുറച്ചുകൂടി ന്യൂ ടേംസ് ഉപയോഗിച്ചു. ന്യൂക്ലിയസ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ്. I'll get back to those topics when we'll be starting the 3rd chapter. So don't worry about it. Just for the time being, understand this much. Okay. Then electron. Electron is another important like term which I am introducing to you. Obviously, you would have heard about it, but then you may not be knowing the details of it. Okay. So that will also be discussed in the next chapter. So for time being, atom is the smallest constituent of any ordinary matter, and it consists of a nucleus made up of protons and neutrons, and and the electrons are bound by this nucleus, which is negatively charged, whereas the nucleus is positively charged. Now these atoms are extremely small, of the order of 10 power minus 10 meters. Okay, so this is what an atom is. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈവൻ ദിസ് ഇസ് എ ഹയർ ലെവൽ തിങ്, ബട്ട് ദെൻ ജസ്റ്റ് ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദിസ് തിങ് ടു യു. ആറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ക്ലാസിക്കൽ ആയിട്ടുള്ള ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഇതിൽ അപ്ലൈ ചെയ്യത്തില്ല. വി ഹാവ് ടു യൂസ് ദ ക്വാണ്ടം പ്രിൻസിപ്പിൾസ് ഓർ ക്വാണ്ടം തിയറി in order to carry out studies at the atomic scale. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക്, സി you can imagine if it is like the nucleus surrounded by the electrons എന്ന് പറഞ്ഞ ഒരു സ്ഫിയർ പോലെ. സോ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബോൾ പോലെ. ബട്ട് ദെൻ ബോളിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയറിനെ ഡിസൈഡ് ചെയ്യുന്ന നമ്മൾ സാധാരണ ക്ലാസിക്കൽ ന്യൂട്ടോണിയൻ ലോസ് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് those laws are not applicable in case of atoms. It depends upon quantum. It is based on quantum chemistry concepts or quantum mechanics. ആൻഡ് ഈ ടോപ്പിക്സ് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ 11th-ലും 12th-ലും ഒക്കെ ആയിട്ട് പഠിക്കും നിങ്ങൾ. ഓക്കെ, സോ ജസ്റ്റ് ഫോർ ഇത് നിങ്ങൾ ഇത്രയും കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഐ എം ടെലിംഗ് ദിസ് പോയിന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് മൂവ് ഓൺ ടു നൗ മോളിക്യൂൾസ്. മോളിക്യൂൾസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ലെറ്റ് മി ടെൽ അനദർ വൺ തിങ്. ആറ്റം എന്ന് പറയുന്ന നമ്മളുടെ ആറ്റംസിനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആറ്റംസ് തമ്മിൽ അറ്റാച്ച് ആകും. ആൻഡ് ദാറ്റ് അറ്റാച്ച്മെന്റ് ഈസ് ഡൺ ത്രൂ കെമിക്കൽ ബോണ്ട്സ്. Now again, chemical bonds is a new topic for you. So you will be studying about chemical bonds. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കെമിക്കൽ ബോണ്ട്സിനെ കുറിച്ച് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കും. ഓക്കെ, നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. So don't worry about it. I know it's difficult. You'll be curious about
like so many terms that you are being introduced, but then please bear with me because I can't really give you a very detailed explanation for each and every term, because slowly I have to build the foundation and then introduce you to the concepts. Okay, so see, in the first chapter, I told you I'll be discussing about the atoms and molecules in the next chapter. So now you are getting the explanation to those things. Now I'll be discussing about the electrons, neutrons, and protons in the coming chapter. Then as you'll be going to the 10th standard and you'll be covering the then you'll be covering the topic chemical bonds. Okay. അന്നേരം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആറ്റംസ് തമ്മിൽ അറ്റാച്ച് ആവും ആൻഡ് ദാറ്റ് അറ്റാച്ച്മെന്റ് ഇസ് ഡൺ ത്രൂ കെമിക്കൽ ബോണ്ട്സ്. ഓക്കെ, ഒരു ബോണ്ടാണ് അത് തമ്മിലുള്ളത്. ആൻഡ് എന്താ പറയുന്നത്, ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആറ്റംസിനെ ടുഗദർ ആയിട്ട് ആ ബോണ്ടിനെ, കെമിക്കൽ ബോണ്ടിന്റെ ആ എൻറ്റയർ എൻറ്റിറ്റിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ലൈക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ, ഇതിപ്പം കണ്ടു, ഇത് കമ്പൈൻഡ് ഫോമില. ഇതിപ്പം രണ്ട് സെപ്പറേറ്റ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരുന്നു, അത് അടുത്ത് വന്ന് കെമിക്കലി ബോണ്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടുന്ന ഈ എൻറ്റയർ എൻറ്റിറ്റിനെയാണ് നമ്മൾ പറയുന്നത് മോളിക്യൂൾ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് ഈസ് പോസിറ്റീവ് in nature or negative in nature. It's electrically neutral. You'll be introduced to a concept called ions as well with the coming subtopics, as we'll be covering those things. Ions are charged species, like they can be positively charged, negatively charged, but then molecules are electrically neutral groups. So പിന്നെ വേറൊരു important കാര്യം, I said that when two or more atoms are held together by chemical bond, അന്നേരമാണ് molecules form ചെയ്യുന്നത്. ആ two or more atoms same ആകാം, different ആകാം, doesn't matter. Okay, so this is what a molecule is. So you got to know about another important term, that is chemical bonds, which will be introduced when you will be studying in the 10th standard, where we'll be discussing about covalent bonds, ionic bonds, and all that. Okay, then in the 12th standard you will be studying about coordinate bonds. Okay, so slowly you will come to know about everything in detail, so have patience. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം മിസ് ചെയ്യാതിരിക്കേണ്ടതാണ്, മോളിക്യൂൾസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തു ആറ്റംസ്. ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഓർഡിനറി മാറ്റർ. ഓക്കെ, and രണ്ട് atom തമ്മിൽ attach ആവും through chemical bond, then we get molecules, and those should be electrically neutral groups. Okay, and the attach ആവുന്ന ഈ atoms എന്ന് പറയുന്നത് same ആകാം, different ആകാം, and it can be two or more. Now next we'll discuss now elements എന്ന് പറയുന്നത് ഒരു pure, like നമ്മൾ what we were talking about pure substances അല്ലേ. അന്നേരം ആ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദാറ്റ് ഡെഫിനിഷൻ വൺസ്. ഓക്കെ, സോ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സംതിങ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. നൗ only one kind of atoms or molecules. So something which is made up of only one kind of atoms is known as elements. നമ്മൾ ഇനീഷ്യലി ക്ലാസിഫൈ ചെയ്തായിരുന്നു പ്യുവർ സബ്സ്റ്റൻസിനെ ആസ് എലമെന്റ്സ് ആൻഡ് കമ്പൗണ്ട്സ്, റൈറ്റ്? സോ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആറ്റംസും മോളിക്യൂൾസും. സോ ആറ്റംസ് മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോം ചെയ്യുന്ന പ്യുവർ സബ്സ്റ്റൻസിനെയാണ് പറയുന്നത് എലമെന്റ്സ്, ലൈക്ക് ഗോൾഡ്, ഓക്കെ, സിൽവർ, carbon, silicon, all these things are pure substances which are made up of only one kind of atoms, that is gold atoms or silver atoms or carbon atoms. Okay, അതേ സമയത്ത് ഒരു compound എന്ന് പറയുന്നത് is a pure substance which is made up of only one kind of molecules. Okay, so നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്യുവർ സബ്സ്റ്റൻസിൽ നിന്നാണ്. പ്യുവർ സബ്സ്റ്റൻസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് which contains only one kind of atoms or molecules.
Now, depending on atoms or molecules, something which consists of only one kind of atoms is known as an element, and something which consists of only one kind of molecule is known as a compound. Got it? So, ഈ നാല് ടേംസ് വളരെ ക്ലിയർ ആയിരിക്കണം. Don't get confused about all these things. So, water is an example. Water എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് H2O എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജനും 2 ഹൈഡ്രജൻ ആറ്റംസും ഇത് കെമിക്കലി ബോണ്ട് ആകും. എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റംസും ഓക്സിജനുമായിട്ട് കെമിക്കലി ബോണ്ട് ആയിട്ട് അത് molecule form on. See, it is one, we said 2 or more atoms, when they are held together by chemical bonds, it forms molecules, and irrespective of like which kind of atoms, like it can be same atoms or it can be different atoms. So നമ്മുടെ ഇവിടെ different atoms ന്റെ 3 atoms കൂടിയാണ് water എന്ന് പറയുന്ന molecule ഉണ്ടാക്കുന്നത്. ഈ molecules എല്ലാം കൂടെ കൂടിയാണ് actually വെള്ളമാകുന്നത്. So that is a compound. I hope you got it. Okay. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ molecule എന്ന് പറയുന്നത് do not form a like when two atoms of the same element are bonded in a molecule. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു H2. 2 ഹൈഡ്രജൻ എന്ന് പറയുന്നത് ബോണ്ട് ചെയ്താണ് നമുക്കൊരു മോളിക്യൂൾ കിട്ടിയത്. കറക്റ്റ്? അന്നേരം അതിനകത്തുള്ള 2 ആറ്റംസും എന്താ പറയുന്നത് സെയിം എലമെന്റ് ഹൈഡ്രജൻ്റെ ആണ്. ഓക്കെ, സോ that thing is never called a compound because those atoms need to be different. So I hope you are clear with the definition of what pure substances are, what an atom is, what a molecule is. Atom and molecule are the building block of pure substances, right? And pure substances are classified based on their building blocks as elements and compounds. Elements are something which is made up of only one kind of atoms, whereas compounds are something which is made up of only one kind of molecules. So, like sugar. Here are just few examples of pure substances. Sugar എന്ന് പറയുന്നതിനകത്ത് വേറൊരു ഇതും കാണുകയല്ല. ഷുഗറിൻ്റെ ബേസിക് ഇതായിട്ട് ഷുഗർ ക്രിസ്റ്റൽസ് നമ്മൾ കാണുന്നുള്ളൂ. സോ ഷുഗർ ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ്. പിന്നെ വാട്ടർ ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ്. Then liquid bromine, which is very common in laboratories. You can see നമ്മൾ ബീക്കറിലോട്ട് ഒഴിക്കുമ്പോഴേ ബ്രൗൺ ഫ്യൂംസ് ആയിട്ട് അത് ഫോം ചെയ്യും. Okay, so that is a pure substance. It consists of bromine, nothing else. Then here is something exceptional again. This is copper sulfate. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജൂനിയർ സയൻസ് ലാബ്സിൽ കണ്ടിട്ടുള്ള സംഭവമായിരിക്കും. ബ്ലൂ കളറിൻ്റെ ക്രിസ്റ്റൽസ് ഉള്ള കോപ്പർ സൾഫേറ്റ്. പിന്നെ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ടേബിൾ സോൾട്ട്, ഉപ്പ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ രണ്ട് സംഭവം എന്ന് പറയുന്നത് they are not made up of molecules. These things are made up of ions. എന്ന് പറഞ്ഞാൽ ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത് ആണ് NaCl. അതിനെ നമ്മൾ ഫോർമുല വൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന NaCl. NaCl എന്ന് പറയുമ്പം that is made up of 2 ions, Na positive and Cl minus ion. Okay, so and copper sulfate is again Cu2 positive and SO4 minus. Don't worry about what I'm saying about the formulas. We'll be discussing about the formulas, how to write and get the formulas and the charges in detail in the coming chapters. You need not worry about that, but just remember that it is an interesting thing that many pure substances like sodium chloride and copper sulfate do not consist of molecules, but it consists of ions. ഇതും pure ആണ്, but then it is not molecules, these are ions. So നമ്മൾ ഇന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാർട്ടാണ് ഇന്ന് കവർ ചെയ്തത്. ലൈക്ക് just this much is what we covered. Actually the entire subdivision is that നമ്മൾ last chapterസിൽ നമ്മൾ മാറ്ററിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഹിയർ നമ്മൾ മാറ്ററിനെ എന്താ പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസസ് ആയിട്ടും
മിക്സ്ചേഴ്സുമായിട്ടും സബ്ഡിവൈഡ് ചെയ്യുവാണ്. ആൻഡ് വിതിൻ പ്യുവർ സബ്സ്റ്റൻസസ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നതാണ് ആണ് എലിമെൻസും കമ്പൗണ്ട്സും. പിന്നെ നമ്മൾ ഇത്രയും ഭാഗം ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് നമ്മളുടെ എന്നാ പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എലിമെൻറ്റ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. കമ്പൗണ്ട്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്, എലമെൻറ്റിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റംസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ദെൻ കമ്പൗണ്ട്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. Now in the next upcoming video we'll be studying in detail about the elements, okay, and then how we are going to subdivide elements as metals, non-metals and metalloids. I'll be discussing about all three of these topics, and I'll be discussing about their properties and their applications. Okay, so I hope you are clear with the 4 important terms that we came across today. So if you like the video, don't forget to like, share and subscribe. Thank you.